ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം അത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതാണ്. കാരണം സത്യൻ അന്തിക്കാടും മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ ചേർന്നുള്ള കോംബോ അത് എത്രയെത്ര സിനിമകളാണ്. ഇപ്പോഴും അത് ക്ലാസിക് സിനിമകളായി തന്നെ അറിയപ്പെടും. എക്കാലവും ഏതെങ്കിലും ഒരു തലമുറയെ മാത്രമല്ല, എത്രയെത്ര തലമുറകളെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച് പ്രചോദിപ്പിച്ച സിനിമകൾ. ഇപ്പോൾ അതിൻ്റെ സൃഷ്ടാക്കൾ കൂടാതെ മമ്മൂട്ടിയുമായി ചേർന്ന് ഉള്ള എത്രയെത്ര സിനിമകൾ. അതിൽ 3 പേർ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ അങ്ങേയറ്റം ദുഃഖിതരാണ്. അതിന് നടുക്ക് ചേതനയേറ്റ് കിടക്കുന്ന ശ്രീനിവാസൻ. നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു രംഗം, അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ടൗൺ ഹാൾ. ഉറപ്പായും അനുജ, വലിയ വേദനാനിർഭരമായ രംഗങ്ങൾക്കാണ് ഈ ടൗൺ ഹാൾ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ശ്രീനിവാസന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതിന്റെ കഥാകൃത്തുക്കൾ, അതിന്റെ സൃഷ്ടാക്കൾ ഒക്കെയും ശ്രീനിവാസൻ ഈ ലോകത്തില്ല. ശ്രീനിവാസന്റെ നർമ്മം, ശ്രീനിവാസന്റെ മൂർച്ചയേറിയ രാഷ്ട്രീയ ഹാസ്യങ്ങൾ, ആക്ഷേപഹാസ്യങ്ങൾ, അത് കേവലം തമാശ മാത്രമായിരുന്നില്ല. അപ്പോൾ അങ്ങനൊരു സിനിമാ നിർമ്മാതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമാ പ്രവർത്തകൻ ഇനിയില്ല എന്ന വേദനയോടുകൂടി നാട് തിരിച്ചറിയുന്നുണ്ട്. 48 വർഷം നീണ്ട ആ അഭിനയ സബര്യ, ആ സംവിധാന സബര്യ, തിരക്കഥാകൃത്ത്, വാക്കുകളുടെ മൂർച്ച, അതിനൊക്കെ അവസാനിപ്പിച്ച് ആ ഓർമ്മകൾ ബാക്കിയാക്കി ആ നടൻ ഈ നാട് വിട്ടു പോകുന്നു എന്ന് തിരിച്ചറിയുന്ന ആ നടൻ ഈ ലോകത്തോട് വിട പറയുന്നു തിരിച്ചറിയുന്ന വേദന നമുക്ക് ടൗൺ ഹാളിൽ നിൽക്കുമ്പോൾ എമ്പാടും കാണാം. നമ്മൾ ആദ്യം ഇവിടെ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയതാണ്. അപ്പോൾ ഒരുപക്ഷെ വലിയൊരു തിരക്ക് ഇവിടെ കാണാനില്ലായിരുന്നുവെങ്കിൽ ഇതായിപ്പോൾ ടൗൺ ഹാളിന്റെ വലിയ ക്യൂ, അത് റോഡിലോളം നീളുന്ന വലിയ നീണ്ട നിര. അതുകൊണ്ട് തന്നെയാണ് റോഡിലേക്ക് നീളുന്ന തരത്തിലേക്ക് വലിയ ഒരാൾക്കൂട്ടം, ജനസഞ്ചയം തന്നെ ടൗൺ ഹാളിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ ആളുകൾ എത്തുകയാണ്. ദൂരെ നിന്നൊക്കെയുള്ളവർ ഈ വാർത്ത അറിഞ്ഞ് ഒരുപക്ഷെ രാവിലെ മുതൽ തന്നെ അവർ പുറപ്പെട്ടതാകാം അവരുടെ വസതികളിൽ നിന്നൊക്കെ. അവരൊക്കെ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ വരുന്നു. റോഡിലേക്ക് വലിയ ക്യൂ ദൃശ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 മണി വരെ എന്ന സമയമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ 3 മണി വരെയാണ് നിശ്ചയിച്ച സമയം. പക്ഷേ 1 മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് പൊതുദർശനത്തിനുള്ള സമയം. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്, സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് സത്യൻ അന്തിക്കാടും മോഹൻലാലും മമ്മൂട്ടിയും തങ്ങളുടെ പ്രിയമിത്രം ആത്മമിത്രത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. അവരെ സംബന്ധിച്ചത് വലിയൊരു വേർപാടിൻ്റെ മുഹൂർത്തം കൂടിയാണ്. ഒരു സുഹൃത്ത് എന്ന രീതിയിലല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലിയ ബന്ധം, ആത്മബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ് ഈ എല്ലാവരും പ്രതികരിച്ചത്. അതിൽ സത്യൻ അന്തിക്കാടിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വികാര നിർഭരമായ രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ വിതുമ്പിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എപ്പോഴും സത്യൻ അന്തിക്കാട് അദ്ദേഹത്തെ വന്ന് കാണുകയും കുറേ സമയം സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സത്യൻ അന്തിക്കാട് നേരത്തെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ഇതിനു മുൻപൊന്ന് വീണു. ആ വീഴ്ചയോടെ അദ്ദേഹത്തിന് വല്ലാത്തൊരു മടുപ്പ് ശ്രീനിവാസൻ അനുഭവപ്പെട്ടു. മടുത്തു എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ഒരവസരത്തിൽ എന്ന് നേരത്തെ സത്യൻ അന്തിക്കാട് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വളരെ അപ്രതീക്ഷിതമായാണ് മലയാളികളെ സംബന്ധിച്ച് ഈ വിയോഗ വാർത്ത ഇന്ന് രാവിലെ നമ്മെ തേടിയെത്തിയത്. അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, പക്ഷേ എപ്പോഴും ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സജീവമായി തന്നെ നിൽക്കുന്ന അങ്ങനെ ഒരു ശ്രീനിവാസനെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും അങ്ങനെ ഒരു ശ്രീനിവാസനെ തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു മരണവാർത്ത, അത് കുടുംബാംഗങ്ങൾക്കുണ്ടാക്കിയ ഞെട്ടൽ വളരെ വലുതാണ്. ഒപ്പം തന്നെ മലയാളികളായ എല്ലാവരും ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.